ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? അതെ, ശരിയേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആദ്യം നമുക്ക് ബ്രിക്സ് ഉച്ചകോടി എന്നാണ് സ്ഥാപിതമായതെന്ന് നോക്കാം. ബ്രിക്സ് എന്നാണ് സ്ഥാപിതമായത്? 2009 ബ്രിക്സ് സ്ഥാപിതമായത്. ഇനി ബ്രിക്സിലുള്ള അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. എന്നാൽ ബ്രിക്സിൻ്റെ 16ാമത്തെ ഉച്ചകോടിയോടുകൂടി, 16ാമത്തെ ഉച്ചകോടി ഏത് വർഷമാണ് നടന്നത്? 2024. 4 രാജ്യങ്ങൾ കൂടി ഇതിൽ അംഗത്വം നേടി. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ? ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE. ഓക്കെ, ഈ ഈജിപ്റ്റ്, എത്യോപ്യയും ഇറാനും UAEയും കൂടി 16ാമത്തെ ഉച്ചകോടിയിൽ ഈ ബ്രിക്സിൽ അംഗത്വം നേടി. ആദ്യത്തെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവരായിരുന്നു ആദ്യത്തെ അംഗങ്ങൾ. ബ്രിക്സ് BRICS, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക. ഓക്കെ, ഈ 5 രാജ്യങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ 2024 ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങൾ കൂടെ ബ്രിക്സിൽ അംഗത്വം നേടി. ഓക്കെ, ഇനി 16ാമത്തെ ഉച്ചകോടി എവിടെ വെച്ചാണ് നടന്നത്? കസാനിൽ വെച്ചായിരുന്നു 16ാമത്തെ ഉച്ചകോടി നടന്നത്. കസാൻ എവിടെയായിരുന്നു? റഷ്യയിലെ കസാനിൽ വെച്ചായിരുന്നു 16ാമത്തെ ഉച്ചകോടി നടന്നത്. റഷ്യയിലെ കസാനിൽ വെച്ച്. എന്നാൽ 15ാമത്തെ ഉച്ചകോടി എവിടെയായിരുന്നു? 2023 15ാമത്തെ ഉച്ചകോടി നടന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലാണ് 15ാമത്തെ ഉച്ചകോടി നടന്നത്. 16ാമത്തെ ഉച്ചകോടി കസാൻ റഷ്യയിലെ കസാനിൽ വെച്ചായിരുന്നു. ഓക്കെ, ബ്രിക്സ് രൂപം കൊണ്ടത് 2009 അല്ലേ. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. 5 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്: ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. 2024 4 രാജ്യങ്ങൾ കൂടെ അംഗത്വം നേടി. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE എന്നിവയാണ് മറ്റ്. അടുത്തതായി, ബ്രിക്സ് രൂപവൽക്കരിച്ച ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഷാങ്ഹായിലാണ്. ചൈനയിലെ ഷാങ്ഹായിലാണ് ബ്രിക്സ് രൂപവൽക്കരിച്ച ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം. ഷാങ്ഹായ്, ചൈനയിലെ ഷാങ്ഹായിലാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം. ബ്രിക്സ് ബാങ്കിൻ്റെ ആദ്യ മേധാവി ആരായിരുന്നു? KV കാമത്ത്, ഇന്ത്യക്കാരനായ KV കാമത്തായിരുന്നു ബ്രിക്സ് ബാങ്കിൻ്റെ ആദ്യ മേധാവി. അതായത് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആദ്യ മേധാവി KV കാമത്തായിരുന്നു. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനായിരുന്നു. ഇനി അടുത്തതായി, 15ാമത്തെ ഉച്ചകോടി 2023 നടന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചായിരുന്നു. 16ാമത്തെ 2024 നടന്നത് റഷ്യയിലെ കസാനിൽ വെച്ചായിരുന്നു. ഇനി 17ാമത്തെ ഉച്ചകോടി എവിടെയായിരിക്കും? ബ്രസീലിലായിരിക്കും 17ാമത്തെ ഉച്ചകോടി നടക്കുന്നത്. 17th സമ്മിറ്റ് നടക്കുന്നത് ബ്രസീലിലായിരിക്കും. നോക്കാം. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? അപ്പോൾ നമുക്ക് ആദ്യത്തെ വായിച്ച് നോക്കാം. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് അല്ലേ. റഷ്യയിലെ കസാനിൽ വെച്ച് നടന്നത് 16ാം ഉച്ചകോടിയാണ്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. അല്ലല്ലോ, ചൈനയിലല്ല, റഷ്യയിലാണ് കസാൻ സ്ഥിതി ചെയ്യുന്നത്. ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇല്ല, ബ്രിക്സിന് ഒരു ആസ്ഥാനം ഇല്ല. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അത് ശരിയാണ്, 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. അപ്പോൾ ഏതാണ് ശരി? 1ഉം 4ഉമാണ് ശരി അല്ലേ. 1ഉം 4ഉം മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ ബ്രിക്സിനോട് ബന്ധപ്പെട്ടത് തന്നെയാണ്. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? ബ്രിക്സ് ഉച്ചകോടി അല്ലേ. 16th ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? 16th ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2024 അതെവിടെയാണ്? റഷ്യയിലെ കസാനിലായിരുന്നു. റഷ്യയിലെ കസാനിൽ വെച്ചാണ് നടന്നത്. ഈ 17ാമത്തെ 17th ബ്രിക്സ് 2025 എവിടെയായിരിക്കും? ബ്രസീലിലായിരിക്കും.
15ാമത്തെ എവിടെ വെച്ചാണ് നടന്നത്? 15ാമത്തെ 2023 എവിടെ വെച്ചാണ് നടന്നത്? ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. അതുപോലെ തന്നെ 2024 പുതുതായി അംഗത്വമെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE എന്നീ 4 രാജ്യങ്ങളാണ് പുതുതായി ബ്രിക്സിൽ അംഗത്വം നേടിയത്. ബ്രിക്സ് എന്നാൽ ഏതൊക്കെ രാജ്യങ്ങളാണ്? ബ്രിട്ടൻ, റഷ്യ, ഇന്ത്യ, ചൈന. ബ്രിട്ടൻ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്ക. ഓക്കെ, ഈ 5 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്ര രാജ്യങ്ങളായത്? 9 രാജ്യങ്ങൾ. ബ്രിക്സിൽ ഇപ്പോൾ അംഗത്വമുള്ളത് 9 രാജ്യങ്ങൾക്കാണ്. ബ്രിട്ടൻ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE. ഇപ്പോൾ 9 രാജ്യങ്ങളാണ് ബ്രിക്സിൽ അംഗത്വമുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അല്ലേ, ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ISRO അല്ലേ, ISRO എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ISRO എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അല്ലേ, ഇത് നിലവിൽ വന്നത് എന്നാണ്? 1969 ഓഗസ്റ്റ് 15. 1969 ഓഗസ്റ്റ് 15 ISRO നിലവിൽ വന്നത്. അല്ലേ, ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം ബാംഗ്ലൂരാണ്. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ISROയുടെ ആസ്ഥാനം. ഇനി 1962 ഇന്ത്യ ബഹിരാകാശ ഗവേഷണ പരിപാടികൾക്ക് ആരംഭം കുറിച്ചത്. അപ്പോൾ 1962 മുതൽ 1969 വരെ ISRO രൂപീകരിക്കുന്നതിന് മുമ്പ് വരെ ഒരു ഏജൻസി ഉണ്ടായിരുന്നു, ഒരു ബഹിരാകാശ ഗവേഷണ ഏജൻസി ഉണ്ടായിരുന്നു. അതറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു? ഇൻകോസ്പാർ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഈ ബഹിരാകാശ ഏജൻസി അറിയപ്പെട്ടിരുന്നത് ഇൻകോസ്പർ എന്നാണ്. 1962 മുതൽ 1969 വരെ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി അറിയപ്പെട്ടിരുന്നത് ഇൻകോസ്പർ എന്നാണ്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഇനി നമുക്ക് നോക്കാം, ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഏതാണ്? ISRO ആണ്. ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISRO ആണ്. ISROയുടെ ആദ്യ ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായ് ആണ് ISROയുടെ ആദ്യത്തെ ചെയർമാൻ. ഇനി ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാൻ ആയിരുന്നത് ആരാണ്? സതീഷ് ധവാനാണ് ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാൻ ആയിരുന്നത്. ആദ്യത്തെ ചെയർമാനാണ് വിക്രം സാരാഭായ്. ഏറ്റവും കൂടുതൽ കാലം സതീഷ് ധവാനാണ് ISROയുടെ ചെയർമാനായി ഇരുന്നത്. ഇനി അടുത്തത്, ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. അല്ലേ, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന പേരിലാണ് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അറിയപ്പെടുന്നത്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തുമ്പയിലാണ്. തിരുവനന്തപുരം. ഇതാണ് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. തുമ്പ, തിരുവനന്തപുരത്താണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSC വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ തുമ്പയിലാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത് ഏതാ? ഇതിപ്പോൾ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് നമ്മൾ പറഞ്ഞത്. അടുത്തതായി പറയുന്നത് ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയുടെ ഉപഗ്രഹ
വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ട എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം. അതെന്താണ് അറിയപ്പെടുന്നത്? SDSC, അതായത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, SDSC, സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ഇതെന്താണ് അറിയപ്പെടുന്നത്? വിക്രം റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. തുമ്പ അറിയപ്പെടുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ആണെങ്കിൽ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട അറിയപ്പെടുന്നത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആണ്. ശ്രീഹരിക്കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലാണ്. ഇതെന്താണ്? ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ്. ഇനി 1962 മുതൽ 69 വരെ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? ഇൻകോസ്പാർ എന്ന പേരിലാണ്. ഇൻകോസ്പാർ, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1969 ഓഗസ്റ്റ് 15-നാണ് ISRO നിലവിൽ വന്നത്. ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാണ് ആസ്ഥാനം. കർണാടകയിലെ ബാംഗ്ലൂരാണ് ISROയുടെ ആസ്ഥാനം. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ S. സോമനാഥ്. ഇനി നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നത് ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ISRO സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്? 1969-ലാണ്. ഓഗസ്റ്റ് 15-ലാണ് സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ഇത് തെറ്റാണ്. ഇതിൻ്റെ ആസ്ഥാനം കൽക്കട്ടയിലെ അന്തരീക്ഷ ഭവനാണ്. അതും തെറ്റാണ്. ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ്. ആസ്ഥാനം ബാംഗ്ലൂർ, കർണാടകയിലെ ബാംഗ്ലൂരാണ് ISROയുടെ ആസ്ഥാനം. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. അത് ശരിയാണ് അല്ലേ? ആദ്യത്തെ ചെയർമാൻ ആരാ? വിക്രം സാരാഭായ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ചെയർമാൻ ആയിരുന്നത് ആരായിരുന്നു? സതീഷ് ധവാൻ ആയിരുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ശരിയല്ലേ? VSSC വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എവിടെയാണ്? തുമ്പ, തിരുവനന്തപുരം. തുമ്പയിലാണ്. അതെന്താണ്? റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ 3ഉം 4ഉമാണ് ശരി. 3ഉം 4ഉം ശരി. B ആണ് ആൻസർ. 3ഉം 4ഉമാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത്? അല്ലേ? വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. വിവരാവകാശ കമ്മീഷൻ, ആ വിവരാവകാശ പ്രസ്ഥാനം എവിടെയാണ് രൂപപ്പെട്ടത്? രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ അജ്മീറിലെ ബീവാറിലാണ്. ബീവാർ എന്ന നഗരത്തിലാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, MKSS, മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ സ്ഥാപിതമായത്. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ സ്ഥാപിതമായത് എവിടെയാണ്? രാജസ്ഥാനിലെ അജ്മീറിലെ ബീവാറിലാണ്. ബീവാർ എന്ന സ്ഥലത്താണ് ഈ സംഘടന സ്ഥാപിതമായത് അല്ലേ? ഇതിൻ്റെ നേതൃത്വം ആരായിരുന്നു വഹിച്ചത്? അരുണ റോയ് ആയിരുന്നു ഇതിൻ്റെ നേതൃത്വം വഹിച്ചത്. ഇനി വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12-നാണ്. 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ്? 2024 സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരി നായർ അല്ലേ? വി ഹരി നായറാണ് ഇപ്പോഴത്തെ നമ്മുടെ വിവരാവകാശ കമ്മീഷണർ. ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? പാലാട്ട് മോഹൻദാസ് ആയിരുന്നു ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ. 2024 ഇപ്പോഴത്തെ ആരാണ്? വി ഹരി നായറാണ്. ഇനി ഇന്ത്യയുടെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ.
കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായരാണ്. വി ഹരിനായർ. ആദ്യത്തേത് ആരായിരുന്നു? പാലാട്ട് മോഹൻദാസ് ആയിരുന്നു. ഇനി രാജസ്ഥാനിലെ ബീവാർ, അജ്മീർ എന്ന സ്ഥലത്തെ ബീവാർ എന്ന നഗരത്തിലാണ് MKSS സ്ഥാപിതമായത്. ഇതിൻ്റെ സ്ഥാപക ആരായിരുന്നു? അരുണ റോയിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ സംഘടന ശക്തി പ്രാപിച്ചത്. ഇനി രൂപം കൊണ്ടത് എന്നാണ്? 2005 ഒക്ടോബർ 12 രൂപം കൊണ്ടത്. 2025 20 വർഷമാകും ഈ സംഘടന നിലവിൽ വന്നിട്ട്. ഇനി ഇവരുടെ ഒരു മുദ്രാവാക്യമുണ്ട്. ഹം ജാനേങ്കെ ഹം ജിയേങ്കെ. ഹം ജാനേങ്കെ ഹം ജിയേങ്കെ. ഇതാണ് അവരുടെ മുദ്രാവാക്യം. മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിൻ്റെ മുദ്രാവാക്യമാണ് ഹം ജാനേങ്കെ ഹം ജിയേങ്കെ. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത്? ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ്? രാജസ്ഥാനിലെ ബീവാറിലാണ്. ബീവാറിലാണ് വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അത് ശരിയാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. അതെ, വിവരാവകാശ കമ്മീഷന് നേതൃത്വം നൽകിയത് ഏത് സംഘടനയാണ്? MKSS എന്ന സംഘടനയാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. ഇത് നിലവിൽ വന്നത് എന്നാ? 2005 ഒക്ടോബർ 12 നിലവിൽ വന്നത്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ശരിയായവ ഏത്? ശരിയായവ 3 ശരിയാണല്ലേ. 1, 2, 3 ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അല്ലെ, കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഏറ്റവും ആദ്യത്തെ ആളാണ് വൈകുണ്ഠസ്വാമികൾ. അതെ, അദ്ദേഹം ജനിച്ച വർഷം എത്രയാണ്? 1809 1809 മാർച്ച് 12 ഇദ്ദേഹം ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? ശാസ്താംകോട്ട, കന്യാകുമാരിയിലാണ് ജനിച്ചത്. വൈകുണ്ഠസ്വാമിയുടെ മാതാപിതാക്കൾ ആരായിരുന്നു? പൊന്നുനാടാർ വെയിലാൾ ആയി. ഇനി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളായിരുന്നു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളായിരുന്നു. ഇത് അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്തായിരുന്നു? മുടിചൂടും പെരുമാൾ എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്നു. എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? മുടിചൂടും പെരുമാൾ എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ആളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. ഇനി അദ്ദേഹം സ്ഥാപിച്ച മതം ഏതായിരുന്നു? അയ്യാവഴി എന്ന മതമാണ് അദ്ദേഹം സ്ഥാപിച്ചത്. അതിൻ്റെ അയ്യാവഴിയുടെ ചിഹ്നം എന്തായിരുന്നു? ഒരു താമരയായിരുന്നു അല്ലേ. തീജ്വാല വഹിക്കുന്ന താമരയായിരുന്നു അയ്യാവഴിയുടെ ചിഹ്നം. ഇനി അയ്യാവഴി ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് പതികൾ എന്നായിരുന്നു. ജാതി 1, മതം 1, കുലം 1, ദൈവം 1, ലോകം 1 അല്ലേ. ജാതി 1, മതം 1, ദൈവം 1, ലോകം 1 എന്ന് പ്രസ്താവിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രസ്താവനയാണ് വേല ചെയ്താൽ കൂലി കിട്ടണം അല്ലേ. വേല ചെയ്താൽ കൂലി കിട്ടണം. മറ്റൊരു പ്രസ്താവന വേല ചെയ്താൽ കൂലി കിട്ടണം എന്നായിരുന്നു. ഒരെണ്ണം ജാതി 1, മതം 1, കുലം 1, ദൈവം 1, ലോകം 1 എന്നായിരുന്നു. ഇനി അദ്ദേഹത്തെ സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം ഏതായിരുന്നു? ശിങ്കാരത്തോപ്പിലായിരുന്നു ഇദ്ദേഹത്തെ ജയിലിൽ താമസിപ്പിച്ച സ്ഥലം അറിയപ്പെട്ടിരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതായിരുന്നു? അദ്ദേഹം രചിച്ചിട്ടുള്ള കൃതികൾ ഏതെല്ലാമായിരുന്നു? അഖിലത്തിരുട്ട്, അരുൾനൂൽ. അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവയായിരുന്നു വൈകുണ്ഠസ്വാമികളുടെ കൃതികൾ. ഇനി അദ്ദേഹം അന്തരിച്ചതെന്നാണ്? 1951 ജൂൺ 3 അദ്ദേഹം അന്തരിച്ചത്. 1951 ജൂൺ 3 അദ്ദേഹം അന്തരിച്ചത്.
ഇനി അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയായിരുന്നു? സമ്പൂർണ്ണ ദേവൻ എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. സമ്പൂർണ്ണ ദേവൻ, മുടിചൂടും പെരുമാൾ എന്നിങ്ങനെ പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഏത് സമരമാണ്? മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഗുരു ആരായിരുന്നു? തൈക്കാട് അയ്യ ആയിരുന്നു. തൈക്കാട് അയ്യ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഗുരു. വൈകുണ്ഠസ്വാമികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അല്ലേ? ശരിയായവയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. ശരിയല്ലല്ലോ? അല്ല, ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഇദ്ദേഹം എവിടെയാണ് ജനിച്ചത്? 1800 എന്നാണ് ജനിച്ചത്? ഇദ്ദേഹം എന്നാണ് ജനിച്ചത്? 1809 മാർച്ച് 12 ഇദ്ദേഹം ജനിച്ചത്. സ്വാമിത്തോപ്പ് നാഗർകോവിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്ന് അറിയപ്പെട്ടു. അല്ലേ? അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ? അഖിലത്തിരുട്ടും അരുൾനൂലുമാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. ഇനി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അല്ലേ? ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഇപ്പോൾ ഈ 3 പോയിൻറ്സും ശരിയാണ്. 2, 3, 4. 2, 3, 4 ഉത്തരം ബി ആണ്. 2, 3, 4 പോയിൻറ്സ് ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏത്? ഇതുപോലെ തന്നെ നവോത്ഥാന നായകരുടെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയ്യങ്കാളിയോ ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ എന്നിങ്ങനെ കാര്യങ്ങൾ എന്നീ നവോത്ഥാന നായകന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ജനിച്ചത്, മരണം, പാരൻസിൻ്റെ പേര്, എവിടെയാണ് ജനിച്ചത് എന്നീ കാര്യങ്ങൾ ഡീറ്റെയിലായി പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളായിട്ട് നവോത്ഥാന നായകന്മാരുടെ വരുന്നുണ്ട്. ഇത് മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം. ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. അല്ലേ? ഇതാണ് ബന്ധമില്ലാത്ത കാര്യം. ആലുവ മണപ്പുറത്തല്ല, അരുവിപ്പുറത്താണ്. 1888 പ്രതിഷ്ഠ നടത്തിയത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1888. ആലുവയിൽ എന്തായിരുന്നു നടന്നത്? സർവമത സമ്മേളനം. 1924 ആലുവയിൽ സർവമത സമ്മേളനമാണ് നടന്നത്. അടുത്തത് 1903 SNDP സ്ഥാപിച്ചു. ശരിയാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. സംഘടന കൊണ്ട് ശക്തരാകുവാൻ ആഹ്വാനം ചെയ്തു. അപ്പോൾ ഇത് ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. എ ആണ് ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പ്രസ്താവനകൾ നോക്കാം. കലാപം നടന്നത് 1812. അല്ലേ? കുറിച്യ കലാപം എന്നാണ് 1812. കുറിച്യർ ലഹള നടന്നത് 1812. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെയാണ് നിയോഗിച്ചത്. രാമൻ നമ്പിയാണോ നിയോഗിച്ചത്? അല്ല. രാമൻ നമ്പി ആരായിരുന്നു? കുറിച്യ ലഹളയുടെ നേതാവായിരുന്നു രാമൻ നമ്പി നിയോഗിച്ചത്. ബ്രിട്ടീഷുകാർ നിയോഗിച്ചത് രാമൻ നമ്പിയെയല്ല. അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ്. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. അല്ല, തെറ്റായ പ്രസ്താവനയാണ്. അല്ലേ? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. കുറിച്യ ലഹളയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. ഇനി കുറിച്യ ലഹളയുടെ കാരണം എന്തായിരുന്നു? കുറിച്യ ലഹളയുടെ കാരണം എന്താണ്? അങ്ങനെ ഒരു ലഹള ഉണ്ടാകാൻ കാരണം എന്താണ്? ആദിവാസി, അതായത് ഗോത്രവർഗക്കാരുടെ മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് കുറിച്യ ലഹളയുടെ കാരണം. നികുതി ഏർപ്പെടുത്തിയതാണ് കുറിച്യ ലഹളയുടെ മുഖ്യ കാരണം. കുറിച്യ ലഹളയുടെ മുദ്രാവാക്യം എന്താണ്? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതാണ് കുറിച്യ ലഹളയുടെ മുദ്രാവാക്യം. ഇനി എന്താ? കുറിച്യ ലഹളയുടെ നേതാവ് ആരായിരുന്നു? രാമൻ നമ്പി ആയിരുന്നു കുറിച്യ ലഹളയുടെ നേതാവ്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യ ലഹളയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു? TH ബേബർ.
TH ബേബർ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്ച കലാപത്തെക്കുറിച്ച് പറഞ്ഞത് TH ബേബർ ആയിരുന്നു. ഇനി നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാ? ഈ നികുതി ഏർപ്പെടുത്തിയത്, അതായത് കുറിച്യ ലഹളയ്ക്ക് കാരണമായ ഗോത്രവർഗ്ഗക്കാരുടെ മേൽ നികുതി ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? തോമസ് വാർഡൻ ആണ്. തോമസ് വാർഡൻ ആണ് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ബ്രിട്ടീഷുകാർ കുറിച്യ ലഹള അടിച്ചമർത്തിയത് എന്നാണ്? 1812 മെയ് 8 ബ്രിട്ടീഷുകാർ കുറിച്യ ലഹള അടിച്ചമർത്തി. കുറിച്യ ലഹള എവിടെയാണ് നടന്നത്? വയനാട്ടിലാണ് കുറിച്യ ലഹള നടന്നത്. വയനാടിലാണ് കുറിച്യ ലഹള നടന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് കുറിച്യ കലാപത്തെക്കുറിച്ച്, കുറിച്യ ലഹളയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. നടന്നത് വയനാടാണ്. 1812. എന്താണ് കാരണം? ഗോത്രവർഗ്ഗക്കാരുടെ മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് ഇതിന് കാരണം. ആരാണ് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ? തോമസ് വാർഡൻ ആണ് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ഇനി കുറിച്യരുടെ നേതാവ് ആരായിരുന്നു? രാമൻ നമ്പിയായിരുന്നു കുറിച്യരുടെ നേതാവ്. ഇനി ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ, കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതാരാണ്? TH ബേബർ. അതും കൂടെ ഓർത്തു വെക്കണം. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ചിപ്കോ പ്രസ്ഥാനം എന്തുമായിയാണ് ചേർത്ത് വായിക്കുന്നത്? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഖനന നിയന്ത്രണം, അതെല്ലാം. പശ്ചിമഘട്ട നിരകളിലെ നക്ഷത്ര ആമകളുടെ സംരക്ഷണം, യമുന നദിയിലെ രാസമലിനീകരണം തടയൽ, ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. അല്ലേ? ചിപ്കോ പ്രസ്ഥാനം എന്തിനാണ്? വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉത്തരാഖണ്ഡിൽ, എവിടെയാണ് നിലവിൽ വന്നത്? ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനം. ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനമാണ് ഏത് പ്രസ്ഥാനം? ചിപ്കോ പ്രസ്ഥാനം. എന്നാണ് ചിപ്കോ മൂവ്മെൻറ്റ് ആരംഭിച്ചത്? 1973 ചിപ്കോ പ്രസ്ഥാനം നിലവിൽ വന്നത്. 1973. ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മരത്തെ ആലിംഗനം ചെയ്യുക. മരത്തെ ആലിംഗനം ചെയ്യുക എന്നതാണ് ചിപ്കോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എവിടെയാണ് നിലവിൽ വന്നത്? ഉത്തരാഖണ്ഡിലാണ്. ചിപ്കോ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയതാരാ? ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണയാണ്. എവിടെയാണ് ആരംഭിച്ചത്? ഉത്തരാഖണ്ഡിലെ ചമോലി എന്ന ജില്ലയിലാണ് ഇത് ആരംഭിച്ചത്. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. അല്ലെ? ഹിമാലയ പർവ്വത പ്രദേശത്തിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതായിരുന്നു ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. നിലവിൽ വന്ന കൊല്ലം ആലോചിച്ച് വയ്ക്കണം. 1972. ചിപ്കോ എന്നതിൻ്റെ അർത്ഥം എന്താണ്? മരത്തെ ആലിംഗനം ചെയ്യുക എന്നതാണ് ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി അടുത്തത് എന്താ? അപ്പിക്കോ മൂവ്മെൻറ്റ് എന്താണ്? അപ്പിക്കോ മൂവ്മെൻറ്റ് ആരംഭിച്ച വർഷം എന്താണ്? അപ്പിക്കോ മൂവ്മെൻറ്റ് ആരംഭിച്ച വർഷം ഏതാണ്? 1983 അപ്പിക്കോ മൂവ്മെൻറ്റ് ആരംഭിച്ചത്. എവിടെയാണ്? കർണാടകയിലാണ് അപ്പിക്കോ മൂവ്മെൻറ്റ് ആരംഭിച്ചത്. കർണാടകയിൽ 1983 ആരംഭിച്ചതാണ് അപ്പിക്കോ മൂവ്മെൻറ്റ്. നേതൃത്വം നൽകിയത് ആരാണ്? പാണ്ഡുരംഗ് ഹെഗ്ഡെ. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? എന്തായിരുന്നു? വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുക എന്നത് തന്നെയായിരുന്നു അപ്പിക്കോ മൂവ്മെൻറ്റിൻ്റെയും ലക്ഷ്യം. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുക എന്നതായിരുന്നു അപ്പിക്കോ മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം. കൊല്ലം എത്രയാണ്? 1983. എവിടെയാണ് ഉത്ഭവിച്ചത്? കർണാടകയിലാണ് അപ്പിക്കോ പ്രസ്ഥാനം രൂപം കൊണ്ടത്. ആരായിരുന്നു നേതാവ്? പാണ്ഡുരംഗ് ഹെഗ്ഡെ ആയിരുന്നു. ഇനി അടുത്ത് നോക്കാം. നർമ്മദ ബച്ചാവോ ആന്തോളൻ. അതെന്നാണ് രൂപം കൊണ്ടത്? 1985 ഇത് ആരംഭിച്ചത്. നർമ്മദ ബച്ചാവോ ആന്തോളൻ ആരംഭിച്ചത് 1985. നേതൃത്വം നൽകിയത് ആരാണ്? മേധ
പട്കറാണ് നേതൃത്വം നൽകിയത്. ഇതെന്തായിരുന്നു, ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സർദാർ സരോവർ ഡാം നിർമ്മാണത്തിലിരിക്കുന്ന സ്ഥലം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനം അല്ലേ. നമ്മുടെ ഡാം, സർദാർ സരോവർ ഡാം, സർദാർ സരോവർ ഡാം നിർമ്മാണത്തിൽ കുറേ പേർക്ക് സ്ഥലം നഷ്ടപ്പെട്ടിരുന്നു. അവരുടെ പുനരധിവാസമായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. നർമ്മദ ബച്ചാവോ ആന്തോളൻ്റെ ലക്ഷ്യമെന്നത് പുനരധിവാസമായിരുന്നു. ആരായിരുന്നു നേതൃത്വം നൽകിയത്? മേധാ പട്കർ ആയിരുന്നു നേതൃത്വം നൽകിയത്. ജംഗിൾ ബച്ചാവോ ആന്തോളൻ നിലവിൽ വന്നത് 1980-ലാണ്. ജംഗിൾ ബച്ചാവോ ആന്തോളൻ ആരംഭിച്ച സ്ഥലം എവിടെയാണ്? ബീഹാറിലാണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ ആരംഭിച്ചത്. ഇതെന്തിനാണ് ആരംഭിച്ചത്? ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? പ്രകൃത്യാലുള്ള സാൽ മരങ്ങളെ മുറിച്ചു മാറ്റി പകരം തേക്ക് മരം വച്ചു പിടിപ്പിക്കാനുള്ള ബീഹാർ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനെതിരെയായിരുന്നു. അതായത് സാൽ വൃക്ഷങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് മുറിച്ചു മാറ്റി തേക്ക് മരം വച്ചു പിടിപ്പിക്കാനുള്ള ബീഹാർ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനത്തെ എതിർത്തായിരുന്നു ഈ സംഘടന നിലവിൽ വന്നത്. ഇതിനാരാണ് നേതൃത്വം നൽകിയത്? സിംഗ്ബം ജില്ലയിലെ ആദിവാസികളായിരുന്നു. സിംഗ്ബം ജില്ലയിലെ ആദിവാസികളായിരുന്നു ഇതിനെ നേതൃത്വം നൽകിയത്. 1980 ഏതാണ് ആന്തോളൻ? ജംഗിൾ ബച്ചാവോ ആന്തോളൻ. ജംഗിൾ ബച്ചാവോ ആന്തോളൻ 1980 ബീഹാറിലാണ് നിലവിൽ വന്നത്. ആദിവാസികളായിരുന്നു ഇതിൻ്റെ നേതൃത്വം. ബീഹാറിലെ സിംഗ്ബം ജില്ലയിലെ ആദിവാസികളായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ഇപ്പോൾ ഈ ജില്ല എവിടെയാണ്? ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സിംഗ്ബം ജില്ല സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? അർണോസ് പാതിരിയുടെ സംഭാവനയായിരുന്നു. ഇത് നമ്മുടെ മോക്ക് ടെസ്റ്റുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. 4 ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആദ്യ നിഘണ്ടു ആരായിരുന്നു? അർണോസ് പാതിരി. എങ്ങനെ ഓർമ്മ വയ്ക്കാം? നിഘണ്ടു പാതിരി എന്നോർത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഘണ്ടു പാതിരി. അപ്പോൾ വ്യാകരണ ഫ്രാൻസിസ്. നിഘണ്ടു പാതിരി, വ്യാകരണ ഫ്രാൻസിസ്. അടുത്തത് ഏതാണ്? മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആരാണ്? മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആരാ? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആരാ? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ഇനി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആരാ? ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. അതിനെന്താണ് മലയാളം ഹെർമൻ? മലയാളം ആദ്യം വരുന്ന മലയാളം ടു ഇംഗ്ലീഷാണ്. മലയാളം ഹെർമൻ, ഇംഗ്ലീഷ് ആരാണ്? ബെഞ്ചമിൻ. മലയാളം ഹെർമൻ, ഇംഗ്ലീഷ് ബെഞ്ചമിൻ. അപ്പോൾ നമ്മൾ ആലോചിക്കണം, മലയാളം ടു ഇംഗ്ലീഷാണ് ഹെർമൻ, ഇംഗ്ലീഷ് ടു മലയാളം ബെഞ്ചമിനാണ്. അപ്പോൾ ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പോയിന്റ് ചെയ്യാൻ പറ്റും. നിഘണ്ടു പാതിരി, വ്യാകരണ ഫ്രാൻസിസ്. ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് വ്യാകരണം. അടുത്തത് മലയാളം ടു ഇംഗ്ലീഷ് ആരാ? ഹെർമൻ ഗുണ്ടർട്ടാണ്. ഇംഗ്ലീഷ് ടു മലയാളം വരുന്നത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. അതിനെ മലയാളം ഹെർമൻ, ഇംഗ്ലീഷ് ബെഞ്ചമിൻ. ഈ കോഡുകൾ ഉപയോഗിച്ച് ഇത് ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാം.